ഹലോ, ഗുഡ് ഈവനിങ്. വയനാട്ടിൽ മഴയൊക്കെ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വിറകെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ കൂടെ എടുത്ത് വെക്കണം. അതിനായിട്ട് വിറക് പറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരത്തെ പണി അതാണ്. കഴിഞ്ഞ തവണ ചോല ചാടിച്ച വിറകെല്ലാം നന്നായിട്ട് ഉണങ്ങി കിടപ്പുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കുറേ മരങ്ങളും വീണിട്ടുണ്ടായിരുന്നു. അപ്പം ആ വിറകെല്ലാം നന്നായിട്ട് ഉണങ്ങി കിടപ്പുണ്ട്. ഇന്ന് വിറക് പറക്കാനായിട്ട് ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ പുള്ളിയാണെങ്കിൽ വിറകെല്ലാം പറക്കി താഴെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതെല്ലാം വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒമിനി കയറ്റി വീട്ടിൽ കൊണ്ടുപോകണം. എന്റെയും ചേച്ചീന്റെയും കൂടെ പിള്ളേരും കൂടെ കൂടിയിട്ടുണ്ട്. അവരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണിയെല്ലാം തീരും. അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് വിറക് വെട്ടിമുറിക്കാൻ അറിയാത്തതുകൊണ്ട് ചേച്ചിയാണ് കേട്ടോ വിറകെല്ലാം വെട്ടിമുറിക്കുന്നത്. അപ്പൊ ചേച്ചി എന്ന് പറയുമ്പോൾ കുറേ ചേച്ചിമാരുണ്ടായതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. ഇപ്പം കൂടെ ഉള്ളത് എന്റെ നാത്തൂനാണ് കേട്ടോ. ഇവിടെ ഫാമിന്റെ പണിയും നടക്കുന്നുണ്ട് കേട്ടോ. പശുക്കുട്ടികൾക്ക് നിൽക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഫാം വലുതാക്കുവാണേ. അങ്ങനെ നമ്മൾ വിറക് പറക്കിക്കൊണ്ടിരുന്നപ്പോൾ ടിക്കുവും കൂടെ വന്നിട്ടുണ്ട്. ടിക്കുവിന് പാറുവിന്റെ പ്രായമാണ് കേട്ടോ. ടിക്കുവിന് 12 വയസ്സായിട്ടുണ്ട്, പാറുവിനും 12 വയസ്സായിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ് എപ്പോഴും. ടിക്കുവിന് കാഴ്ചയും കേൾവിയും ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൂടെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിള്ളേരൊക്കെ ഇതുവഴി പോയാലും കൂടെ ആളും ഉണ്ടാകും. അങ്ങനെ വിറകെല്ലാം പെറുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. പിള്ളേരുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പണി പെട്ടെന്ന് കഴിഞ്ഞത്. ഇങ്ങനെ വിറക് പെറുക്കാനും തേങ്ങ പെറുക്കാനും അതേപോലെ മുറ്റും ചെത്തി വാരാനും ഒക്കെയുള്ള പരിപാടികൾക്ക് പിള്ളേരും കൂടാറുണ്ട് കേട്ടോ. ഒമിനി ഒരു 3/4 ഭാഗം നിറഞ്ഞപ്പോഴത്തേനും ചെറിയ കമ്പുകളൊക്കെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളത് വലിയ കമ്പുകളാണ്. അത് നമുക്ക് വാളുകൊണ്ടേ മുറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ വിറകെടുപ്പ് മതിയാക്കിയിട്ട് വീട്ടിലേക്ക് പോവാണേ. കുഞ്ഞുണ്ണിയും പിങ്കിയും കൂടെ ബയ്യയുടെ കൂടെ ഒമിനിയിൽ തന്നെ കയറിപ്പോയി കേട്ടോ. ഞാനും പാറുവും കൂടെ പാലൊക്കെ എടുത്തിട്ട് ഷോർട്ട് കട്ട് കയറി വീട്ടിലോട്ട് പോവാണ്. വീഡിയോ ഇടുന്ന സമയത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഇത് വയനാട്ടിൽ എവിടാണെന്ന്. വയനാട്ടിൽ നമ്മൾ മാനന്തവാടിയാണേ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും വിറകുമായിട്ട് വണ്ടി എത്തി കേട്ടോ. അപ്പം വിറകെല്ലാം വാരി ചായ്പിലേക്കാണ് ഇട്ടത്. ഇവിടെ ആയിരുന്നു നേരത്തെ പശു ഫാം ഉണ്ടായിരുന്നത്. പിന്നീടാണ് പുതിയ ഫാം പണിഞ്ഞ് അക്കരെ മലയിലേക്ക് മാറ്റിയത്. വിറകെല്ലാം പറക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീരാകൃഷ്ണൻ.